ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി കേട്ട് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം പ്രത്യേകമായ ദൗത്യങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നവരുമൊക്കെയും ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി നാം ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് എത്രമാത്രം പ്രസാദമുണ്ട് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പരാജയങ്ങളായി പോകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കാറില്ല. ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ വിളി കേട്ടു, നാം ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് പോകുന്നു. ആ പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ദർശനങ്ങളുമൊക്കെ അതിൽ അന്തർലീനമായിട്ടുണ്ട്. അത് എത്രമാത്രമാണ് ദൈവനാമത്തിന് മഹത്വകരമായി തീരുന്നതെന്നോ ദൈവത്തിന് അത് എത്രമാത്രമാണ് പ്രീതികരമായി തീരുന്നതെന്നോ അധികമാരും ചിന്തിക്കാറില്ല. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് പറയുവാൻ കഴിയുന്നത്, ഇപ്പം ഞാനൊരു സുവിശേഷകനാണ്, എൻ്റെ കാര്യം തന്നെ പറയാം. ദൈവം എന്നെ വിളിച്ചു, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കോണം എന്നോട് അരുളി ചെയ്തു. ഞാൻ നാനാ തുറകളിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ അവയെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് എത്രമാത്രമാണ് പ്രസാദകരമായിട്ടുള്ളതെന്ന് ഞാൻ പരിശോധിക്കാതെ ഇരുന്നാൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവം എന്നെ ചുമതലപ്പെടുത്തി, ഞാൻ ദൈവത്തിൻ്റെ വിളി കേട്ടു, ഇറങ്ങി തിരിച്ചു. ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം പല ചുമതലകളും എന്നെ ഫലമേൽപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വേല വിവിധങ്ങളായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ വിവിധ തലങ്ങളിൽ വളർത്തി വലുതാക്കിക്കൊണ്ടുവരുമ്പോൾ ഞാനെടുക്കുന്ന തീരുമാനങ്ങളും ഞാൻ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളും എത്രമാത്രം ദൈവത്തിന് പ്രസാദകരമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളിലെ പോഷത്വ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകും. അപ്പോൾ നാം ദൈവവേലയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റേതായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനം കാലാകാലങ്ങളിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ വളരുകയാണോ കുറയുകയാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നാം പൂർത്തീകരിക്കുമ്പോൾ ആ ദൗത്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ നാം പൂർണ്ണമാക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ അനേക ദൈവത്തിൻ്റെ ഭൃത്യന്മാർ വീണു പോകുന്നത് ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി പരമാർത്ഥതയോടെ പ്രവർത്തിച്ച് അവസാനം ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമാകുന്ന രീതിയിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് അപമാനമായി തീരുവാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചാൽ, അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നാൽ മുൻപോട്ടുള്ള അവരുടേതായിട്ടുള്ള പ്രവർത്തന രംഗങ്ങളിൽ ദൈവത്തെക്കാളേറെ സ്വന്തം ബുദ്ധിയിലും ദൈവത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റ് താല്പര്യങ്ങളിലും ദൈവത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുവാൻ മുതിരുകയും ചെയ്യുമ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചോർന്നു പോകും. കാരണം ദൈവം ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ വിളിച്ച് വേർതിരിക്കുന്നത് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനാണ്. മനുഷ്യൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ആ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വിജയകരമായി തീരുവാൻ സാധ്യതയില്ലായിരിക്കാം. മനുഷ്യൻ്റെ ബുദ്ധിയിൽ
അവയെ അവലോകനം ചെയ്ത് നോക്കുമ്പോൾ അവ ഭോഷത്തരമാണെന്ന് പലപ്പോഴും തോന്നിയേക്കാം. അപ്പോൾ വിളികേട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ ഇപ്രകാരമുള്ള അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യ ശബ്ദം കേട്ട് മനുഷ്യൻ്റെ ബുദ്ധിയുടെ മൂശയിൽ ഉദിച്ചുയരുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോഴാണ് അവർ ദൈവത്തിൻ്റെ മുൻപിൽ പരാജിതരാകുന്നത്. ദൈവകൃപ അവരിൽ നിന്ന് ചോർന്നു പോകുന്നത്. അത് ദൈവത്തിന് ദുഃഖമാണ്, ദൈവത്തിനത് വ്യസനമാണ്. കാരണം ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ അത് അനേകരിൽ നിന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വേർതിരിവാണ്. ഒരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ 5 സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെ 2 പേരായിരിക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവത്തിന് മാത്രമുള്ള അവകാശവും അധികാരവുമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം വേർതിരിച്ച് തൻ്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് തലത്തിലുമാകാം. നാം അങ്ങനെ ദൈവത്തിൻ്റെ വേലയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്നത് ഒരു കന്യാസ്ത്രീയുടെ രൂപമോ ഒരു വൈദികൻ്റെ രൂപമൊക്കെ ആയിരിക്കാം. എന്നാൽ കാലാകാലങ്ങളിൽ ദൈവം ലക്ഷക്കണക്കിന് ആളുകളെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിവിധങ്ങളായ തലങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏത് തലങ്ങളിലാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് തൻ്റെ പ്രവർത്തനങ്ങൾ പ്രസാദകരമായി തീരുന്നുവെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി അവലോകനം ചെയ്യുന്നില്ല എങ്കിൽ, തൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കോപത്തിനും ക്രോധത്തിനും അത് മുഖാന്തരമായി തീരും. മാത്രമല്ല, ദൈവകൃപ അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. നാം പലപ്പോഴും നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എൻ്റെ ദൈവമേ നിനക്ക് തിരിതമാണോ, ഞാനീ പ്രവർത്തിക്കുന്നത് അങ്ങേക്ക് പ്രസാദകരമാണോ എന്ന് പ്രാർത്ഥിക്കാറില്ല. See, many a time people who are called by God, who work for God, who take up mighty missions for the Almighty God, they don't examine if their works, or they don't examine whether their works are pleasing to God. It's true that they have heard the call from the Almighty God. They have come out for Jesus. They are working for Jesus. But they don't examine whether their toil for Jesus is accepted by Jesus or is pleasing to Jesus. So much so, many fail to be fruitful for God's work. It's true that they have come out. It's true that they are working. But they fail to realize, or they fail to examine whether their works are pleasing to God. So what is most important is that anyone who is called by God and who is working for God should examine whether his works are pleasing to God. Are we grieving God is a big question. We may do so many things which may be claimed great by human beings, but ultimately what is most important is that our works should be commended by God, should be pleasing to God, should be blessed by God. But what we see very often is that people hear the call of God, they dedicate themselves to the work of God, and they start working for God. But as they go forward,
their ideas and opinions of others around them would influence them, so much so they deviate from what God has commanded them. Their works are not pleasing to God. They may claim that this is to glorify His name, but God is not pleased with people who go on their own and who are not bothered to know whether their works are pleasing to God. ഇങ്ങനെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുവെന്ന് ധരിച്ചുകൊണ്ട് പോയൊരു വ്യക്തിയെക്കുറിച്ച് 1 ശമൂവേൽ 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു, അവൻ എന്നെ വിട്ടു മാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ നിവർത്തിച്ചതുമില്ല. അന്നത്തെ ലോകത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന പരമോന്നതമായ സ്ഥാനമാണ് രാജസ്ഥാനം. അപ്പോൾ സാധാരണക്കാരനായ ഒരുവനെ തിരഞ്ഞെടുത്ത് അവന് മാനവ സമൂഹത്തിലെ ഏറ്റവും മഹനീയമായ സ്ഥാനം കൊടുത്ത് അവനെ അവരോധിച്ച് കഴിഞ്ഞതിന് ശേഷം ദൈവം പറയുകയാണ്, അവനെ രാജാവായി വാഴിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. ശൗല് സാധാരണക്കാരനായ ഒരു മനുഷ്യരായിരുന്നു. അവനെ ദൈവത്തിൻ്റേതായിട്ടുള്ള ആ വലിയ പദ്ധതി അനുസരിച്ച് ഇസ്രായേൽ മക്കളുടെ രാജാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ശമൂവേൽ പ്രവാചകൻ അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ഇത് കാണുവാൻ കഴിയും. ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നതെന്ത്? എനിക്ക് ഇസ്രായേലിൻ്റെ രാജാവാകാൻ യാതൊരു യോഗ്യതയുമില്ല. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമാണ് ബെന്യാമിൻ ഗോത്രം. അങ്ങനെ ഏറ്റവും ചെറുതായിരിക്കുന്ന ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ കുടുംബമാണ് എൻ്റെ കുടുംബം. അങ്ങനെ എല്ലാവരിലും ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കുന്ന എന്നെ എങ്ങനെയാണ് നീ രാജാവാക്കുന്നത്? നീ എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ഒരു വിധത്തിലും അതിന് യോഗ്യനല്ല. 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രം, ആ ചെറിയ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ കുടുംബം. അപ്പോൾ എല്ലാവരിലും ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കുന്ന എന്നെ രാജാവാക്കാമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായിരുന്നു രാജാവായി തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ശൗലിൻ്റെ അവസ്ഥ. അവൻ രാജാവായി പ്രബലനായി ദൈവത്തിനു വേണ്ടി യുദ്ധങ്ങൾ നയിച്ചു. പക്ഷേ അവന് ദൈവത്തിൻ്റേതായിട്ടുള്ള കൽപ്പന പരിപൂർണമായിട്ട് അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അവന് നൽകിയ ഒരു നിയോഗമുണ്ടായിരുന്നു. അവനെ ഉപയോഗിച്ച് ദൈവത്തിന് പൂർത്തിയാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അത് പൂർണ്ണമാക്കുവാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ അവനോട് ചോദിക്കുന്നത്. 1 ശമൂവേൽ 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയും. യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ ചെന്ന് അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കുന്നത് വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. ഒരു ദൗത്യത്തിനായിട്ടാണ് അവനെ വിളിച്ചിരിക്കുന്നത്. ഒരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ് അവനെ ആ ചുമതല ഫലമേൽപ്പിക്കുന്നത്. വി ഫൈൻഡ് in 1 Samuel chapter 15 verse 11, the Almighty God telling his prophet Samuel that he is sad that he chose
Saul as the king. He has gone away from him. Well, when we look at Saul, we must remember how he was chosen. God says he's grieved, he's upset, he's sad because he chose this man as the king of Israel. When this man was chosen, he told Prophet Samuel, look, I am not at all qualified for this purpose. I am not eligible for this great post because the Benjamin tribe is the smallest tribe among the 12 tribes. And my family is the smallest in the tribe. So in every way, I am the least in comparison with all the other people. And that was his attitude. And that was the truth. God chose the smallest tribe and the smallest family from that tribe. And God made him the first king of Israel. And now he became the king. He fought mighty battles for God. But God says that he's sad because he chose him as the king. Why? God had given him a great mission. And he went for it, but he could not complete it in the way which God had commanded him. That's the most important thing. He went as God said, and he did as God said, but not completely. No implicit obedience. There was only a partial obedience. And that cost him his kingdom, his throne. അപ്പോൾ ദൈവം പറഞ്ഞതവൻ പ്രവർത്തിച്ചു, പക്ഷേ സമ്പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല, അത് സമ്പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെയാണ് അവൻ്റേതായിട്ടുള്ള അനുഗ്രഹം തകർന്നു പോകുന്നത്. അത്യുന്നതനായ ദൈവം അവനോട് കൽപ്പിച്ചു, നീ പോയിട്ട് അമാലേക്യരായ പാവികളെ ഉന്മൂലമാക്കണം, മുഴുവൻ നശിപ്പിച്ചു കളയണം. കാരണം അവരെ പരിപൂർണമായിട്ട് നശിക്കുന്നത് വരെ അവരോട് പോരാടണം. അങ്ങനെ അവരെ സമ്പൂർണമായി നശിപ്പിച്ചിട്ട് വരണം. അങ്ങനെ അതിമഹത്തായ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് ശൗലിനെ അയക്കുന്നത്. ദൈവം അവനെ വളർത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തി, ഇസ്രായേലിൻ്റെ ചെങ്കോൽ അവൻ്റെ കരങ്ങളിൽ കൊടുത്തു. എന്നിട്ട് അവരോട് കൽപ്പിക്കുന്നു, നീ പോയിട്ട് ഈ അമാലേക്യരെ സമ്പൂർണ്ണമായി ഉന്മൂലനാശം വരുത്തണം. മാത്രമല്ല അതുവരെ അവിടെ പൊരുതണം. യുദ്ധത്തിൽ ജയിക്കുക എന്നതല്ല അവിടുത്തെ പ്രാധാന്യമുള്ള കാര്യം. സമ്പൂർണ്ണമായിട്ട് ഈ അമാലേക്യരെ നശിപ്പിക്കണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ശൗല് പടയ്ക്ക് പുറപ്പെട്ടു, അവിടെ ചെന്ന് യുദ്ധം ചെയ്തു. പക്ഷേങ്കിൽ ജനങ്ങളുടേതായിട്ടുള്ള ശബ്ദം അവൻ കേട്ടു. അവരുടെ രാജാവായ ആഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്നു. മുഴുവനും നശിപ്പിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൻ അവരുടെ മേധസ്സുള്ള ആടുമാടുകളെയൊക്കെയും പിടിച്ചുകൊണ്ടുവന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ശൗൽ പ്രവർത്തിക്കുകയാണ്. ദൈവം അവനോട് പറഞ്ഞിരുന്നത് അമാലേക്യരെ ഉന്മൂലനാശം ചെയ്യണമെന്നാണ്, സമ്പൂർണ്ണമായി നശിപ്പിക്കണമെന്നാണ്. പക്ഷേ അവനവരെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാതെ ഭാഗികമായി നശിപ്പിച്ചിട്ട് മടങ്ങി വരും. അതാണ് ദൈവം അത് ഇവനെക്കുറിച്ച് ദുഃഖിക്കുന്നത്. ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ ഞാൻ ദുഃഖിക്കുന്നു. എന്തുകൊണ്ട്? അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് അവന് അതിബലവത്തായ ഒരു സൈന്യത്തെ നൽകി, എല്ലാം നൽകി, ദൈവത്തിൻ്റെ അഭിഷേകം നൽകി.
അവൻ പരിശുദ്ധാത്മ നിറവിൽ പ്രവചിച്ചവനാണ്. അങ്ങനെ ആത്മീയമായും ലൗകികമായും അവനെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടും തൻ്റെ ഒരു ദൗത്യത്തിനു വേണ്ടി ദൈവം നിയോഗിച്ചു. അത് ദൈവത്തിൻ്റെ പ്രതികാരമാണ്. നീ പോയി ഈ അമ്മോന്യരെ അല്ലെങ്കിൽ ഈ അമാലേക്യരെ സമ്പൂർണമായിട്ട് പൊരുതി നശിപ്പിക്കണം. അങ്ങനെയുള്ള അതിമഹത്തായ ഒരു ദൗത്യം ശൗലിനെ പരമേൽപ്പിക്കുകയാണ് ദൈവം. We find that God had given him a mission to destroy the Amalekites completely, leaving nothing around. He wanted them to be destroyed completely. And he sends Saul and his army with that mission. But what happens? Saul could not do that. He brought Agag their king alive, and he took away the animals, sheep and calf and everything from them, because he thought they could be used as sacrifice for God. So, when God said everything should be destroyed completely with no remnants at all, we find Saul not being able to obey that great command completely. And that's why God says, I sent you. ഞാൻ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന് അമാലേക്യരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കുന്നതുവരെ അവരോട് പൊരുതുകയും ചെയ്യുക. They have to be totally destroyed. But Saul failed miserably in that great mission which God had entrusted him. ശമൂവേൽ അവനോട് അവൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. ഞാൻ ജനത്തിൻ്റെ വാക്ക് കേട്ടു, പാപം ചെയ്തു. ജനത്തിൻ്റെ ഉപദേശമായിരുന്നു ആഗാഗ് രാജനെ കൊല്ലരുത്, അവരുടെ മേധസ്സുള്ള ആടുമാടുകളെയൊക്കെയും കൊണ്ടുപോകാം, നമ്മൾ യഹോവയ്ക്ക് അവിടെ ചെന്നാൽ ഹോമയാഗം കഴിക്കാമല്ലോ. വളരെ നല്ലൊരു അഭിപ്രായമായിട്ടാണ് ജനങ്ങളുടെ വാക്കുകൾ അവൻ ചെവിക്കൊണ്ടത്. ദൈവത്തിൻ്റേതായിട്ടുള്ള കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ കഴിയാതെ വന്നത്, ദൈവത്തിൻ്റെ ശബ്ദം സമ്പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ വന്നത് അവൻ തൻ്റെ കൂടെയുള്ള ജനങ്ങളുടെ ശബ്ദത്തെ അനുസരിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ശൗലി ജനങ്ങളുടെ ശബ്ദത്തെ അനുസരിക്കുവാൻ കാരണം അവൻ രാജാവായിട്ട് തുടരണമെങ്കിൽ തൻ്റെ പ്രജകളുടേതായിട്ടുള്ള പരിപൂർണമായ പിന്തുണ ആവശ്യമുണ്ട്. അപ്പോൾ അവർ പറയുന്നതിനെ അനുസരിക്കുകയാണെങ്കിൽ മാത്രമാണ് അവരുടെ പിന്തുണ ലഭിക്കുന്നത്. അവരുടെ പിന്തുണ ലഭിക്കണമെങ്കിൽ അവരുടെ അഭിപ്രായത്തെ മാനിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശമാണ് ആഗാഗിനെ കൊല്ലേണ്ട. അതെ, അങ്ങനെ ആഗാഗിനെ കൊല്ലാതെ അവരുടെ ഉപദേശമാണ് പുഷ്ടിയുള്ള മേധസ്സുള്ള ആടുമാടുകളെയൊക്കെയും കൊണ്ടുവരാൻ, നമുക്ക് യാഗം കഴിക്കാമല്ലോ. അങ്ങനെ അവൻ അനുസരണക്കേടിലേക്ക് വഴുതി വീഴുവാൻ മുഖാന്തരം ഒരുക്കപ്പെട്ടത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും മനുഷ്യൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ മറന്നുപോകുന്ന അനേകരുണ്ട്. മനുഷ്യൻ്റെ ശബ്ദം മാറിപ്പോകും, ദൈവത്തിൻ്റെ ശബ്ദം മാറുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ തിരുഹിതം ചെയ്യുവാൻ തക്കതിനുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, പലപ്പോഴും അവിടുത്തെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച് കർത്താവെ, മനുഷ്യൻ്റേതായിട്ടുള്ള ശബ്ദം ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ ഞങ്ങളത് വീണു പോകുന്ന അവസ്ഥ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൗൽ അവിടുത്തെ ശബ്ദം കേട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ മഹാവലിയ ദൗത്യം
ഹല്ലേലൂയ. കർത്താവെ പൂർണ്ണമാക്കുവാൻ കഴിയാതെ വന്നത് അവൻ്റേതായിട്ടുള്ള ജനത്തിൻ്റെ ശബ്ദം കേട്ടാണ്. ഒരിക്കലും അവിടുത്തെ ശബ്ദം മറക്കാനിടയാകാതെ ഞങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.